Cool, baby. Baby. Oh, I want a kiss, please. Please. Oh, baby. Hey. Oh. What are you doing? Just I mom her. എന്താ ചൂട് കൊടുക്കുവാന്നോ? വിടറാ. What? Leave her. I can give directly to you know. I said leave her. What will you do? ഞാൻ ചൂടാകും മോനെ. What will you? Sorry, no more, please, no more. I'm very sorry, please. താങ്ക്സ്. എന്തിന്? റൗഡിയുടെ അടുത്ത് നിന്ന് എന്നെ രക്ഷിച്ചതിന്. നീയല്ല, ഒരു 80 വയസ്സ് കിളവി വന്നാൽ ഇതേ ഞാൻ ചെയ്യൂ. 80 വയസ്സ് കിഴവിയുടെ കൈ പിടിച്ച് വലിക്കാൻ ആരാ വരുന്നത്? 80 വയസ്സ് കിളവൻ. അയ്യോ, ട്രെയിൻ മിസ്സാകും. വേഗം വാ. ഞങ്ങൾ വരുന്നു. Yes, can I help you? When is the next train? Sorry, the last train has already left. The next train leaves early morning tomorrow. So you have to stay here tonight. ഓ ഡമ്മേ, ലാസ്റ്റ് ട്രെയിൻ മിസ് ചെയ്ത് ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യാൻ പറ്റില്ല. രാത്രി ഇവിടെ തന്നെ കിടക്കണം. എന്താ ഇവിടെയോ? നിങ്ങളുടെ നാട്ടിൽ എപ്പം വെളുക്കും എപ്പം ഇരുട്ടൊന്നും അറിയില്ല. രാത്രി 9 മണി സൺലൈറ്റ് നോക്ക്. ഇതെന്താ ഇന്ത്യ വിചാരിച്ച? സ്വിറ്റ്സർലാൻഡ്. ഇന്ത്യയിൽ 6 മണിക്ക് തന്നെ സൺസെറ്റ് ആവുന്നതുകൊണ്ടാണ് പോപ്പുലേഷൻ ഇത്രയും കൂടുതൽ. ആവശ്യമില്ല അത് ഇന്ത്യക്കാരെ കുറിച്ച് സംസാരിക്കണ്ട. അത് ശരിയാ. എനിക്കൊരു പക്ഷെ ഇന്ത്യൻ ചെറുക്കനെ കിട്ടിയാലോ? എന്താ നിനക്ക് ഇന്ത്യൻ ചെറുക്കനോ? നടക്കുന്ന കാര്യമല്ല. ശരി, ഹോട്ടൽ വന്നു. ഇവിടെ ഒരു ഹോട്ടലേ ഉള്ളൂ. ഞാൻ പോയി റൂം ബുക്ക് ചെയ്തിട്ട് വരാം. മീനു, എവിടെ എന്റെ റൂം? നിന്റേത് എന്റേതെന്നില്ല, നമ്മുടേത്. ഇവിടെ അവൈലബിൾ ഒരു റൂമേ ഉള്ളൂ. വളരെ പാടുപെട്ടാ വാങ്ങിച്ച. അഡ്ജസ്റ്റ് ചെയ്തോ. എന്താ തമാശ പറയാ? ഒരു ബെഡിൽ എങ്ങനെ 2 പേര് കിടക്കുന്നേ? അതിനെന്താ, ഒരു ബെഡിൽ 2 പേര് കിടന്നാൽ എന്താ പ്രശ്നം? യു സ്ലീപ് ദിസ് സൈഡ്, ഐ സ്ലീപ് ദാറ്റ് സൈഡ്.
ഒരാണും പെണ്ണും കൂടെ കട്ടിൽ കിടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയായിരിക്കണം അല്ലെങ്കിൽ അമ്മയായിരിക്കണം. ഇതാണ് ഞങ്ങളുടെ സംസ്കാരം. നീ രണ്ടുമല്ല, അതുകൊണ്ട് അവിടെ പോയി കിടക്കും. ഏയ്, എങ്ങോട്ടാ പോന്നെ? ഞാൻ പുറത്തു പോയി കിടക്കാൻ പോകുന്നു. പുറത്തു പോയി കിടക്കാൻ പോകുന്നോ? ഇതെന്താ നിന്റെ നാടെന്ന് വിചാരിച്ച? സ്വിറ്റ്സർലാൻഡ്. പുറത്തു പോയി കിടന്നാ വരണ്ടു പോവും. നിന്റെ കൂടെ കിടക്കുന്നതല്ല നല്ലത്, അത് തന്നെയാ. ഒരാണും പെണ്ണും കൂടെ കട്ടിൽ കിടക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഭാര്യയായിരിക്കണം അല്ലെങ്കിൽ അമ്മയായിരിക്കണം. ഹലോ ശേഖർ? അതെ, ഞാൻ ശേഖറാണ് സംസാരിക്കുന്നത്. അല്ല, നീ മീനുന്റെ വിജയന്റെ കൂടെ സൈഡ് സീന് പോയില്ലേ? അത് ഞാൻ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ ഓഫീസിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. അതുമല്ല കണ്ണിന് ചെറിയ വേദന ഉണ്ടായിരുന്നു. അല്ല, എന്താ വിഷയം? ഒന്നുമില്ല. കാനഡയിൽ വന്നതിന് ശേഷം എൻ്റെ ഭാര്യ രാഗിണി വിജയെക്കുറിച്ച് വാത്തോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. വിജയ് തീർച്ചയായും ഒരു നല്ല ചെക്കൻ തന്നെയാ. മീനുവിന് പറ്റിയ ജോഡി എന്നാണ് ഞാനും കരുതുന്നത്. എന്താ നിന്റെ അഭിപ്രായം? എന്താ നരേന്ദ്ര, ഞാൻ വിചാരിച്ചത് തന്നെ നീ മനസ്സിൽ കണ്ടല്ലോ. അല്ല, നമ്മുടെ വിജയുടെ ഫാമിലിയെ കുറിച്ച് നീ അന്വേഷിച്ചിരുന്നു? എക്സലന്റ് ഫാമിലി. ഓ, ഫാന്റാസ്റ്റിക്. നീ ഒരു കാര്യം ചെയ്യ്, ബിസിനസ് കൊളാബറേഷൻ നീ നോക്കിയാൽ മതി. ഫാമിലി കൊളാബറേഷൻ ഞാൻ നോക്കിക്കോളാം. ഓക്കെ? ഇപ്പോ അവർ രണ്ടുപേരും എവിടെയാ? ഗുഡ് മോർണിംഗ് വിജയ്. മോർണിംഗ്. കോഫി. ഏയ്, എന്താ ഇത്? രാവിലെ കുളിച്ച് കയ്യിൽ കോഫിയൊക്കെ ആയിട്ട്. ലുക്കിംഗ് ഗുഡ്. ദിസ് ഈസ് ഇന്ത്യൻ കൾച്ചർ. ഓഫ് കോഴ്സ് ഐ ആം ആൻ ഇന്ത്യൻ ഗേൾ. നന്നായിട്ടുണ്ട്. ഈ ഡ്രസ്സാണോ? അല്ല, ഞാൻ കോഫിയുടെ കാര്യം പറഞ്ഞു. അതും ഞാൻ ഇട്ടതാ. ഇത് നല്ല സ്വീറ്റ് ആണല്ലോ. അയ്യോ, ഞാൻ 2 സ്പൂൺ ഷുഗർ ഇട്ടുള്ളൂ. അല്ല, ഒരു പക്ഷേ കോഫി ഇളക്കിയപ്പോ നിന്റെ വിരൽ അതിൽ മുങ്ങിക്കാണും. അതാ ഇത്ര സ്വീറ്റ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ഡേ. ഹായ്. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു ചേട്ടാ. താങ്ക് യു ശേഖരേട്ടാ. താങ്ക് യു. നിനക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടിയാ ഞാനും ഇവളും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. ഏയ് മീനു, ബർത്ത്ഡേ ആണെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ. വിഷ് യു ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. പറഞ്ഞെങ്കിൽ ഞാൻ ഗിഫ്റ്റ് തരില്ലായിരുന്നു. നോനു, നിങ്ങൾ എനിക്ക് ഗിഫ്റ്റ് ഒന്നും തരണ്ട. നിങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്ന ഗസ്റ്റാ. ഞാൻ ആ ഗിഫ്റ്റ് തരണ്ട. ഏയ് മീനു, എന്താ ഇത്? മീനു, എന്താ കാണിക്കുന്നേ? എന്താ? നോ. ഏയ് മീനു, മീനു. അയ്യോ, എന്താ സാർ, നിങ്ങളുടെ അനിയത്തി എനിക്ക് മോതിരം ഇട്ട കണ്ടില്ലേ? എന്താ മോതിരം ഇട്ടതിൽ എന്താ തെറ്റ്? ഒരു പെൺകുട്ടി ഒരു ചെറുക്കിന് മോതിരം വിട്ടാൽ അതിന്റെ അർത്ഥം എന്താന്ന് നിനക്കറിയോ? എന്താ അർത്ഥം? പറഞ്ഞു കൊടുക്ക സാർ. എന്താ അർത്ഥം ഏട്ടത്തെ? നിന്റെ ചേട്ടനോട് ചോദിക്കേ. എന്താ അർത്ഥം ചേട്ടാ? ശേഖരേട്ടനെങ്കിലും എന്നോടൊന്ന് പറ. ഒരു പെണ്ണൊരു പയ്യന് മോതിരിട്ട് കൊടുത്താൽ അത് കല്യാണം നിശ്ചയമെന്ന് പറയും. അതിനെന്താ? എന്തെങ്കിലും നടക്കാനല്ലേ പോന്നെ? കുറച്ച് അഡ്വാൻസ് ആയിട്ട് ഇട്ടു. മിസ്റ്റർ വിജയ്, നിങ്ങൾ എന്നാണോ തിരിച്ചു പോകുന്നത്? അതെ സർ. എന്തായാലും നിങ്ങളുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചോളൂ. ഇന്ന് വൈകിട്ട് മീനുന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്ന് ഒരു ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ എസ് രാജ്കുമാർ വരുന്നുണ്ട്. അതിന് മുൻപായി നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് നമുക്ക് വൈകിട്ട് ചർച്ച ചെയ്യാം. ഓക്കെ സർ. ബൈ. സീ യു. ചേട്ടാ, എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എന്താ? സർപ്രൈസ്. ഓക്കെ? യാ. ഓക്കെ. വിജയ്, എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് തരാന്നല്ലേ പറഞ്ഞേ? ഞാൻ എന്ത് ചോദിച്ചാലും തരോ? എന്ത് വേണേലും ചോദിച്ചോ. പ്രോമിസ്? പ്രോമിസ്. അപ്പോഴേ ഇന്ന് ഇന്ത്യക്ക് പോകാതെ 1 വീക്ക് കഴിഞ്ഞിട്ടേ പോകാവൂ. എനിക്ക് നിന്നെ വിട്ടു പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നിന്നെ കാണാതെ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ എൻ്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. അതെ മീനു, എനിക്ക് തീർച്ചയായിട്ടും പോകണം. എങ്ങനെയുണ്ട് ഈ സ്ഥലം? ബ്യൂട്ടിഫുൾ വ്യൂ സർ. ഇതിന്റെ പേരാണ് ലക്ഷറി ലൈൻ. എനിക്കിതുപോലെ 12 എണ്ണം ഉണ്ട്. ആൻഡ് ഐ ഹാവ് 3 ഷിപ്സ്. 3 കപ്പലുകൾ. കം, ലെറ്റ്സ് ഹാവ് എ ലുക്ക് ദേർ. Can you see the place?
നല്ല പച്ചപ്പായിരിക്കുന്നല്ലേ. അതിനടുത്ത് ഒരു 12 ഏക്കർ മുന്തിരിത്തോട്ടമുണ്ട്. ഓ That's mine. ഐ സീ. അത് മാത്രമല്ല, ലണ്ടൻ, ഫ്രാൻസ്, സ്വിറ്റ്സർലാൻഡ്, ലോട്ട് ഓഫ് പ്രോപ്പർട്ടീസ്, ലോട്ട് ഓഫ് ബിസിനസ് ഐ ഹാവ്. എന്താ പറഞ്ഞത്? എല്ലായിടത്തും പ്രോപ്പർട്ടി ബിസിനസ് ഉണ്ടെന്നാ പറഞ്ഞത്.